പ്രിഫർ ചെയ്യുന്ന തെക്ക് ദിശയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വാസ്തുപ്രകാരം. പക്ഷേ പല മെഡിക്കൽ ശാസ്ത്രങ്ങളും മെഡിക്കൽ സയൻസിൻ്റെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് സൈഡാണ് ബെറ്റർ എന്ന് പല റിസർച്ച് പറയുന്നുണ്ട്. ബിക്കോസ് നമ്മൾ സ്ലീപ്പ് അനാലിസിസ് എന്ന് പറയുന്ന ശാസ്ത്രം നടത്തിയിട്ട് കുറേ ആൾക്കാരുടെ സ്ലീപ്പ് അനാലിസിസ് നടത്തി കഴിയുമ്പോഴത്തേക്ക് കിഴക്ക് വശമാണ് നല്ലതെന്ന് പറയപ്പെടുന്നുണ്ട്. മാസ്റ്റർ ബെഡ്റൂം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു വീട് പണിയുമ്പം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിനാണ്. അതായത് ആ വീടിൻ്റെ കുടുംബനാഥയും താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വീട് പണിയുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിനെ ഒരുക്കിയെടുക്കുന്നത്? മാസ്റ്റർ ബെഡ്റൂം വരേണ്ട സ്ഥലം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ പോർഷനാണ്. അവിടെയാണ് തെക്ക് പടിഞ്ഞാറ്. അപ്പോൾ അവിടെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ചെയ്യാം. പിന്നെ മാസ്റ്റർ ബെഡ്റൂം ആകാൻ പാടില്ലാത്തൊരു സ്ഥലം എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബിൽഡിങ്ങിൻ്റെ കിടപ്പ് അതിൻ്റെ റോഡിൻ്റെയോ അല്ലെങ്കിൽ മെയിൻ ഡോറിൻ്റെ ലൊക്കേഷൻസ് കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്കാണ്, ഒരു ഓപ്പോസിറ്റ്. അവിടെ മാസ്റ്റർ ബെഡ്റൂമിന് പറ്റില്ല. കുട്ടികൾക്ക് പറ്റിയ റൂമായിട്ടാണ് പറയുന്നത്. അത് ഇൻ്റലിജൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ്. ഈ ലൗകികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റൂമായിട്ടില്ല. അത് വരുന്നത് നമുക്ക് തെക്ക് പടിഞ്ഞാറേ മൂലയുള്ള ഈ ബെഡ്റൂമാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ലൊക്കേഷൻ, പിന്നെ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് വടക്ക് പടിഞ്ഞാറ് വായുകോണിലെ റൂമാണ്. അപ്പോൾ ഈ പിന്നെയും സാധിച്ചില്ലെങ്കിൽ മാത്രമേ നമുക്ക് നേരത്തെ പറഞ്ഞ ഈ തെക്ക് കിഴക്ക് അഗ്നികോണിലേക്ക് പോകാൻ പറ്റും. അത് മൂന്നാമത്തെ ചോയ്സാണ്. അപ്പോൾ അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങളും. കിച്ചൺ വരുന്നത് ഇതിനുള്ളിൽ കിച്ചൺ വരണം. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ സാധിക്കില്ല. ചിലപ്പോൾ കേരള സിസ്റ്റം അനുസരിച്ചിട്ട് ഇപ്പോൾ അഗ്നികോണിൽ തന്നെ വരണമെന്നില്ല. ഈശാനകോണിൽ നമുക്ക് കൊടുക്കാറുണ്ട്. വടക്ക് കിഴക്ക് മൂലയിൽ നമ്മൾ കിച്ചൺ കൊടുക്കാറുണ്ട്. കേരളത്തിൽ അങ്ങനെ കൂടുതൽ വീടുകളും അങ്ങനെ കണ്ടുവരുന്നത്. ഇപ്പോൾ പിന്നെ ആ ട്രെൻഡ് മാറിയിട്ട് തെക്ക് കിഴക്ക് കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ നിറങ്ങൾ, ഒരു വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ അതിന് എന്തൊക്കെ നിറങ്ങളാണ്? ബെഡ്റൂമിന് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിന് അങ്ങനെയുള്ള കാര്യങ്ങൾ, മുറികൾക്കൊക്കെ എന്ത് നിറങ്ങളാണ്? അങ്ങനെ നിറങ്ങൾ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാറുണ്ടോ? നിറങ്ങളുണ്ട്. രീതി അനുസരിച്ച് നമുക്ക് നിറങ്ങൾ പറയാൻ പറ്റും. പക്ഷേ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വളരെ ഡാർക്കായിട്ടുള്ള കളർ യൂസ് ചെയ്യാറില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ പലരും അങ്ങനെ ഡാർക്ക് കളേഴ്സ് ഒന്നും ഉപയോഗിക്കാറില്ല. ലൈറ്റ് കളേഴ്സ് ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന വാൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. വാസ്തുശാസ്ത്രപരമായി എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രാധാന്യമുള്ള അതെന്ന് പറയുന്ന ഒരു സിങ്ക്രണൈസേഷൻ ആണ്. അതായത് നമ്മളൊരു ഒരു ഫ്ലോ ആണ്. എനർജിയുടെ ഒരു കളേഴ്സിൻ്റെ സിസ്റ്റത്തിൽ കൂടി ഉണ്ടാകുന്ന ഒരു എനർജി ക്രിയേഷനാണ് അവിടെ. നമ്മൾ നേരത്തെ ഈ ചുറ്റളവ് പറഞ്ഞല്ലോ, ചുറ്റളവ് പറഞ്ഞ പോലെ തന്നെ ചുറ്റളവ് വെച്ചാൽ ഒരു ചുറ്റളവും മറ്റു ചുറ്റളവും അടുത്ത ചുറ്റളവുമായിട്ടൊരു റിലേഷൻ കീപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്നൊരു എനർജി ഫോർമേഷൻ ഉണ്ടാവും, ഒരു ജീവൻ വരും. നമ്മളിതിപ്പോൾ ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ, പൂവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ പെറ്റൽ പുറത്തെ പെറ്റൽ അതിൻ്റെയും പുറത്തെ പെറ്റൽ അത് തങ്ങളുടെ ഒരു റിലേഷനുണ്ട്. അതല്ലാതെ അകത്തത് വലുതും ഇടയ്ക്കുള്ള വളരെ വലുതും പിന്നെ ബാക്കി ചെറുതും അങ്ങനെ വരില്ല. ആ റിലേഷൻ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഭംഗിയുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്യുന്നതാണ് എല്ലാത്തിനും ഭംഗിയുള്ളത്. നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ ഈ കളേഴ്സ് എല്ലാം ആ കളർ വീലിൻ്റെ ബേസായിട്ട് ചെയ്യുന്നത് തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഓരോ ദേവന്മാരുടെയും അവിടെ അധിവസിക്കുന്ന ദേവന്മാരുടെയും ഓരോ കോണേഴ്സിൻ്റെ ഓരോ ലൊക്കേഷൻ ദേവന്മാരുടെ അവർക്ക് നിറങ്ങളുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഞാനും അങ്ങനെ ചെയ്തിട്ടില്ല. സാധാരണ ഇതിൽ വീട്ടുകാരുടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് പണിത് കഴിഞ്ഞ് ഏത് നിറത്തിലുള്ള പെയിന്റ് അടിക്കണം എന്നുള്ളതാണല്ലോ. അത് ട്രെൻഡാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരും അങ്ങനെ ട്രെൻഡിനനുസരിച്ച് പോകണം. അപ്പോൾ പണ്ട് പല കടുത്ത കളർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് കളർ മാത്രമായി. പിന്നെ ഇപ്പോൾ വൈറ്റ് കളറും ഗ്രേ കളറും അങ്ങനെ പല കോമ്പിനേഷനിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂട്രൽ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. പുറത്തെ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് ഫെങ്ഷുയിലെ സമയം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഓരോ കളേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ അത് ഓരോ കളേഴ്സ്. സൗത്ത് സൈഡിൽ നമുക്ക് റെഡ് കളർ അടിക്കണം, നോർത്തിൽ ബ്ലൂ അടിക്കണം, ഫെങ്ഷുയിൽ വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യുന്നവർക്ക് ഇൻറ്റീരിയറിൽ അതിൻ്റെ ടിൻസ് യൂസ് ചെയ്യാം. പക്ഷെ വാസ്തുവിൽ ഈ പറഞ്ഞ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പ്രിഫേർഡ് കളേഴ്സാണ്, അത് നമുക്ക് റെഫർ ചെയ്ത് ചെയ്യാവുന്നത്. ബെഡ്റൂമിൽ നമുക്ക് ലൈറ്റ് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്, പിങ്ക് ആൻഡ് ലൈറ്റ് പിങ്ക്, വളരെ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്. പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ബെഡ്റൂമിൽ വാം കളർ ആയിരിക്കും. ബെഡ്റൂമിൽ ഒരിക്കലും കോൾഡ് കളർ, വാം കളേഴ്സിൻ്റെ സെക്ഷനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ പെയിന്റിങ്സ് ഒക്കെ വെക്കുന്നത് നമ്മൾ ബെഡ്റൂമിൽ പെയിന്റിങ് വെക്കുന്നത് നമുക്ക് പറഞ്ഞല്ലോ, ബെഡ്റൂമിലെന്ന് പറയുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ അവിടെ നമുക്ക് ഈ നല്ല ഇപ്പോൾ ഒരു കപ്പിളിൻ്റെ ഫോട്ടോ വയ്ക്കാം, ദേവന്മാരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല, മറ്റ് ഇണപ്രാവുകൾ അവരുടെ ഫോട്ടോ വയ്ക്കാം. അങ്ങനെയുള്ള ഒരു സിംബോളിക് ലവിനെ പ്രതിനിധീകരിക്കുന്ന ഫോട്ടോസൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചുകൂടി അവരുടെ ആ മെമ്പേഴ്സുമായിട്ടുള്ള ഒരു അഫെക്ഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ബെഡ്റൂമുകളിലാണെങ്കിലും കട്ടിൽ ഏത് വശത്തേക്ക് ഇടുന്നതാണ് നല്ലത്? കട്ടിലിടുന്നത് നമ്മുടെ സേഫ്റ്റിയാണ് നമുക്ക് പ്രധാനം, നമ്മളൊരു സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. ഉദാഹരണമായിട്ട് ജനലിൻ്റെ സൈഡിൽ ഞാൻ തലവെച്ച് കിടന്നാൽ എനിക്കൊരു പേടിയുണ്ടാവും, കള്ളന്മാർ വരിക അല്ലെങ്കിൽ വേറെ നമ്മുടെ ശത്രുക്കാരെല്ലാം വന്ന് ജനൽ തുറന്നിട്ട് എന്തെങ്കിലും ആക്രമിക്കുമെന്ന് നമുക്കൊരു പേടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും തലവെക്കുന്ന ഭാഗം ഒരു സോളിഡ് വാള് ഉണ്ടായിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ അതാണ് ബേസിക്കലി അത് മാത്രമേ ഉള്ളൂ. ദിശ എന്ന് പറയുന്നതാണ് ഞാൻ എടുത്ത് പറഞ്ഞു വരുന്നത്. ദിശ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിഫർ ചെയ്യുന്ന തെക്ക് ദിശയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വാസ്തുപ്രകാരം. പക്ഷേ പല മെഡിക്കൽ ശാസ്ത്രങ്ങളും മെഡിക്കൽ സയൻസിൻ്റെ റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് സൈഡാണ് ബെറ്റർ എന്ന് പല റിസർച്ച് പറയുന്നുണ്ട്. ബിക്കോസ് നമ്മൾ സ്ലീപ്പ് അനാലിസിസ് എന്ന് പറയുന്ന ശാസ്ത്രം നടത്തിയിട്ട് കുറേ ആൾക്കാരുടെ സ്ലീപ്പ് അനാലിസിസ് നടത്തി കഴിയുമ്പോഴത്തേക്ക് കിഴക്ക് വശമാണ് നല്ലതെന്ന് പറയപ്പെടുന്നുണ്ട്. അത് ഒരു ഇതാണ് എൻ്റെ ജേണൽ, ഞാൻ ശരിക്കുള്ള എൻ്റെ ഇത് വായിച്ചില്ല, എൻ്റെ എനർജിയുടെ അല്ല, അത് അങ്ങനെ അവരുടെ സ്ലീപ്പ് അവർക്ക് പല ഡയറക്ഷൻസ് കൊടുത്തു. ഒരേ ആൾക്കാർ തന്നെ കുറേ ആൾക്കാർ ഒരേ ഡയറക്ഷനിൽ ഒരു പല 4 ദിശകളിലേക്കും അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവരെ സ്ലീപ്പ് അനാലിസിസ് നടത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് അവരോട് ഉറങ്ങിയത് ഈസ്റ്റാണെന്ന് പറഞ്ഞു. പക്ഷേ സൗത്ത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, വലിയ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പടിഞ്ഞാറോട്ട് എന്തോ സ്ലീപ്പിന് എന്തോ പ്രശ്നമുണ്ട്? ഇല്ല, വടക്കാണ് പ്രശ്നമുള്ളത്. വടക്ക് നമ്മുടെ മാഗ്നറ്റിക് ലൈൻസുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് വരും. നമ്മുടെ ഈ തലയിൽ നിന്ന് നമുക്ക് നോർത്തേൺ സൈഡായിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി ആസ് ഹോൾ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഇത് നോർത്ത് പോളാണ്. അപ്പോൾ നോർത്ത് പോൾ ഒരിക്കലും നോർത്ത് പോളുമായിട്ട് നമുക്ക് നോർത്ത് ഡയറക്ഷൻ റിപ്പൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സൗത്ത് ആകുമ്പോഴത്തേക്ക് സിങ്കർണൈസ് ചെയ്ത് വരും എന്നുള്ള വെച്ചിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തത്. അത് മാത്രമല്ല, ഈ സിസ്റ്റം അറിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ പ്രവാസശാസ്ത്രത്തിൽ കൂടി അവർ പറഞ്ഞിട്ടുണ്ട് സൗത്താണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നോർത്ത് എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ഡയറക്ഷൻസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇറ്റ്സ് ന്യൂട്രൽ. അത് വേറെ യു ആർ നോട്ട് കട്ടിങ് ദ മാഗ്നറ്റിക് ലൈൻ ഓർ യു ആർ നോട്ട് ഗോയിങ് ആസ് പെർ ദ മാഗ്നറ്റിക് ലൈൻ. അത് രണ്ടിനും അഗൈൻസ്റ്റും അല്ല ഫോറും അല്ല. അപ്പോൾ അതുകൊണ്ട് ന്യൂട്രലായിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അതിന് മറ്റു പല ഫാക്ടേഴ്സും ഉണ്ടാകാം, നമുക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാം ഉണ്ടായിട്ടായിരിക്കും പക്ഷേ ഈസ്റ്റേൺ സൈഡിൽ നല്ല സ്ലീപ്പ് പീരീഡ് ഉണ്ടാവും. നമുക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലേക്കും ഇതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറുണ്ട്. അത് നമുക്ക് ചെയ്യാറുണ്ട്. കാരണം ഇത് അവർ തന്നെ പറയുന്നത് ഈ സ്ലീപ്പ് അനാലിസിസ് നടത്തിയിട്ട് ഒരു തിയറി ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ ഇതിനനുസരിച്ചായിരിക്കില്ല. അപ്പോൾ ഈ നോർത്തിലേക്ക് വെക്കാൻ പാടില്ല എന്നുള്ളത് പൊതുവിലാണ്. ബിക്കോസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ രക്തത്തിൽ കൂടുതലും അയൺ കണ്ടന്റ് ഉണ്ട്. അയൺ കണ്ടന്റ് അങ്ങനെ ഹെവി മാഗ്നറ്റിക് ഫീൽഡ് നമ്മളത് പോളറൈസ്ഡ് ആണ്. പിന്നെ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡി എപ്പോഴും വീക്കായിരിക്കുക. വീക്കായിരിക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ന്യൂട്രലായിരിക്കും, വീക്കായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു ശക്തി പോലും നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ആക്റ്റീവായിട്ട് വിഗറസായിട്ട് ചെയ്യുമ്പോൾ ബോഡിയും തലച്ചോറും എല്ലാം നല്ല രീതിയിലിരിക്കുമ്പോൾ അറിയില്ല ഏത് ശക്തി ഏത് പ്രശ്നങ്ങളെയും നമ്മൾ നേരിടും. എന്നാൽ നമുക്ക് ബാക്കി. പക്ഷെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ വെറും അറിയാമല്ലോ, പാവം ഉറങ്ങുമ്പോൾ പാവമാണെന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ അതുപോലെയാണത്. അപ്പോൾ ബെഡ്റൂമിനെ പറ്റിയും അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയും ഇത്ര വിശദമായി നമുക്ക് പറഞ്ഞു തന്ന ലാൽ സാറിന് നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.